നമ്മളൊന്ന് ആഗ്രഹിക്കും, ചിലപ്പോൾ അത് മറ്റൊന്നായിരിക്കും നമുക്ക് ലഭിക്കുക. ചിലപ്പോൾ മോശമായതായിരിക്കും നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുക, അല്ലേ? അമ്മയോടൊപ്പമാണ് 5 വയസ്സുകാരിയുടെ താമസം. ഒരു ദിവസം അയൽക്കാർ നൽകിയ മാമ്പഴം കഴിച്ച ശേഷം അതിൻ്റെ വിത്ത് അവൾ കുഴിച്ചിട്ടു. നാളുകൾ കഴിഞ്ഞപ്പോൾ അത് മുളച്ചു. 2 വർഷമായിട്ടും മാങ്ങ ഉണ്ടാകാതായപ്പോൾ അവൾ നിരാശയായി. ഇനിയും വർഷങ്ങളെടുക്കും എന്ന് പറഞ്ഞ് അമ്മ അവളെ സമാധാനിപ്പിച്ചു. വർഷങ്ങൾ പലതായി, ഒരു മാങ്ങയുണ്ടായില്ല. അവൾക്ക് പ്രായപൂർത്തിയായി, കല്യാണമായി, മക്കളുണ്ടായി. അവരുടെ കല്യാണവും കഴിഞ്ഞു. മാവ് വലുതായെങ്കിലും മാമ്പഴമൊന്നും കിട്ടിയില്ല. വാർദ്ധക്യത്തിൽ തനിച്ചായപ്പോൾ ഒരു ദിവസം അവൾ ആ മാവിൻ്റെ ചുവട്ടിലിരുന്നു. സന്തോഷത്തോടു കൂടി പറഞ്ഞു, എനിക്ക് തണൽ മതി. ഒന്ന് ആലോചിച്ച് നോക്കി, വലിയൊരു കാര്യമാണ്. ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. കാരണം നമ്മളുടെ ആരോഗ്യവും സൗന്ദര്യവും അല്ലെങ്കിൽ ചുറുചുറുക്കും ഒക്കെ ഉള്ള സമയത്ത് നമ്മൾ പലതും ആഗ്രഹിക്കും, പലതും നമുക്ക് നേടാനും പറ്റും. പക്ഷേ നമുക്കൊരു പ്രായാധിക്യം ഉണ്ടായാൽ ആ ഒരു സമയത്ത് നമ്മൾ പലതും ആഗ്രഹിക്കും. നമുക്കൊരു തണലുണ്ടാവണം, അല്ലെങ്കിൽ നമുക്ക് സംസാരിക്കാൻ ഒരാൾ ഉണ്ടായിരുന്നെങ്കിൽ, നമ്മളെ ഒന്ന് തിരക്കാൻ ഒരാളുണ്ടായിരുന്നെങ്കിൽ, ഇങ്ങനെയൊക്കെയുള്ള ചിന്തകൾ നമ്മുടെ ഉള്ളിലേക്ക് വരും, അല്ലേ? ആ സമയത്ത് നമുക്ക് മറ്റെല്ലാം വളരെ ചെറുതും നമുക്കിപ്പോൾ കിട്ടിയത് വലിയൊരു നേട്ടവുമായിട്ട് തോന്നും. പ്രതീക്ഷിക്കുന്നത് എന്ന രൂപത്തിലും അളവിലും പ്രതീക്ഷിക്കുന്ന സമയത്ത് ലഭിക്കുന്നത് മാത്രമല്ല ഫലം. വളർത്തുന്നവരെല്ലാം വളരുന്നവരിൽ നിന്നും ഫലങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട്, അല്ലേ? ആരെയൊക്കെ വളർത്തുന്നുണ്ടോ അവരൊക്കെ മറ്റൊന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്. നമ്മൾ കുട്ടികളെ വളർത്തുന്നുണ്ടെങ്കിൽ അവരിൽ നിന്ന് നമ്മൾ കുറേയധികം പ്രതീക്ഷിക്കുന്നുണ്ട് എന്നാണ് ഇവിടെ പറയുന്നത്. തങ്ങൾ ആഗ്രഹിക്കുന്ന വലുപ്പത്തിലും നിറത്തിലുമുള്ള കനികൾ വേണമെന്ന നിർബന്ധമുള്ളവരാണ് ഭൂരിഭാഗവും. ഒന്നിൽ നിന്നും സ്വാഭാവികമായി പുറപ്പെടുന്നതെന്താണോ അതാണ് അതിൻ്റെ യഥാർത്ഥ ഫലം. വളരുന്നവയെ തനതായ ഫലം പുറപ്പെടുവിക്കാൻ അനുവദിക്കുക എന്നതാണ് വളർത്തുന്നവരുടെ ഉത്തരവാദിത്വം. എല്ലാത്തിനും അതിൻ്റേതായ സമയവും രൂപഘടനയും വളർച്ചാ രീതിയുമുണ്ട്. അത് അംഗീകരിക്കാനും അതിനുവേണ്ടി കാത്തിരിക്കാനും കഴിയണം. ഒരേ ജനസിൽപ്പെട്ടതെല്ലാം ഒരേ ഫലങ്ങൾ പുറപ്പെടുവിക്കില്ല. ഒരേ ക്ലാസ്സിൽ പഠിക്കുന്നവരെല്ലാം ഒരേ മാർക്ക് വാങ്ങണമെന്ന്, ഒരേ മാർക്ക് വാങ്ങിയവർക്കെല്ലാം ഒരേ തൊഴിൽ ലഭിക്കണമെന്നും, ഒരേ തൊഴിൽ എടുക്കുന്നവർക്കെല്ലാം ഒരേ സമയം വിവാഹം നടക്കണമെന്നും, ഒരുമിച്ച് വിവാഹിതരായവർക്കെല്ലാം ഒരേ ദിനം കുട്ടികൾ ഉണ്ടാകണമെന്ന ഇതെല്ലാം അനാവശ്യമായ പിടിവാശികളാണ്. തങ്ങളുടേതായ വിഭവശേഷിയും മനോനില വ്യത്യാസമനുസരിച്ചാണ് ഇതിലെല്ലാം മാറ്റം വരുന്നത്. നിർബന്ധിച്ച് പഴിപ്പിക്കുന്നതിനെല്ലാം ആ രുചി ഉണ്ടാവും, അതായത് രുചി കാണില്ല. അതിൻ്റെ ഒരു രുചിക്ക് വ്യത്യാസവും ഉണ്ടാവും, തനതായ ഒരു രുചി കിട്ടില്ല. ഒരാൾ എന്തായി തീരുമെന്ന് അയാൾക്കോ അയാളുടെ ചുറ്റുപാടിനോ മനസ്സിലാകണമെന്ന് നിർബന്ധമില്ല. വളർച്ചയുടെ അളവെടുത്ത് അഭിനന്ദിക്കാനുമാകില്ല. വിളവ് നൽകുന്നതിൻ്റെ ഒരു ലക്ഷണവും പുറത്ത് കാണിക്കാത്തപ്പോഴും വളരുന്നവയുടെ ഉള്ളിൽ ചില ആന്തരിക സംഘർഷങ്ങളും മാറ്റങ്ങളും നടക്കുന്നുണ്ടാകും. അതൊന്നും കാണാതെ അവയെ നിരുത്സാഹപ്പെടുത്തുന്നവരും ശപിക്കുന്നവരും സ്വാഭാവിക വളർച്ച തടയുന്നവരാണ്. ഇത് പൂർണ്ണമായിട്ടും കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഞാൻ സമർപ്പിക്കുകയാണ്. കുട്ടികൾക്ക് വേണ്ടിയിട്ടെന്ന് വെച്ചാൽ കുട്ടികളുടെ കാര്യങ്ങൾ ശ്രദ്ധിക്കുന്ന ഓരോ മാതാപിതാക്കൾക്കും. ഇതൊരു പക്ഷേ എല്ലാ കുട്ടികളുടെയും മനസ്സിലുള്ള കാര്യമാണ്. പറയും, അയ്യോ അപ്പുറത്തെ വീട്ടിലെ കൊച്ചിന് ഇത്ര മാർക്കുണ്ട്, അവൻ അങ്ങനെയാണ് ഇങ്ങനെയാണ്, നിനക്ക് മാത്രം എന്താ ഇങ്ങനെ, ഒന്നിലും പൂർണ്ണമായിട്ട് മാർക്ക് ലഭിക്കുന്നില്ല, ഇങ്ങനെയൊക്കെ പറഞ്ഞ് നമ്മൾ കുട്ടികളെ കുറ്റപ്പെടുത്തുമ്പോഴും വേദനിപ്പിക്കുമ്പോഴും ഒക്കെ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട്. എല്ലാവരും ഒരുപോലെ അല്ല, എല്ലാവരും വ്യത്യസ്തരാണ്. എല്ലാവർക്കും ഒരേ ബുദ്ധി തന്നെയാണ്, പക്ഷേ അവർ പ്രവർത്തിക്കുന്നതിനനുസരിച്ച് പഠിക്കുന്നതിനനുസരിച്ചാണ് കഴിവുന്നത്. പക്ഷേ ഇതിലൊക്കെ മറ്റു ചില കാര്യങ്ങൾ കൂടിയുണ്ട്. എല്ലാവരും ഒരുപോലെയാണ് ഇരിക്കുന്നതെങ്കിലും അവരുടെ മനസ്സിലെ ചിന്തകളും എല്ലാം വ്യത്യസ്തമാണ്.
അതുകൊണ്ട് ഒരിക്കലും എന്തുകൊണ്ട് അങ്ങനെ എന്ന് പറഞ്ഞുകൊണ്ട് കുട്ടികളെ നിരുത്സാഹപ്പെടുത്തുകയോ അവരോട് ദേഷ്യപ്പെടുകയോ എപ്പോഴും ശകാരിച്ച് അവരുടെ മനസ്സിനെ വല്ലാണ്ടാക്കുകയോ ഒന്നും ചെയ്യില്ല. ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ അവരുടെ ഉള്ളിലുണ്ടാകുന്ന ആ പ്രശ്നങ്ങൾ, വേദനകൾ എന്തൊക്കെയാണെന്ന് ഒരിക്കലും നമുക്കൊട്ട് അറിയാനും പറ്റുകയില്ല. അപ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്നതെല്ലാം നമുക്കെപ്പോഴും കിട്ടണമെന്നില്ല, കൊതിക്കുന്നത് കിട്ടില്ല. പിന്നെ കിട്ടുമ്പോൾ നമുക്ക് നല്ല ഒരു അനുഭവം കൂടിയായിരിക്കും. ഇവിടെ മാവ് ഫലമൊന്നും തന്നില്ലെങ്കിലും അവസാന കാലഘട്ടത്തിൽ അല്ലെങ്കിൽ വാർദ്ധക്യ സമയത്ത് വലിയൊരു തണലായി മാറിയിരിക്കുന്നു ആ മാവ്. അപ്പോൾ അതിൽ ഇവിടെ ആ പെൺകുട്ടി ഇപ്പം വൃദ്ധയായപ്പോൾ ഒരുപാട് സന്തോഷിക്കുകയും ചെയ്യുന്നുണ്ട്. ഇതൊക്കെ നമ്മുടെ ജീവിതത്തിലെ വലിയ വലിയ അനുഭവങ്ങളാണ് ഇനി വരാൻ പോകുന്ന ഓരോ സന്ദർഭങ്ങളും നൽകുന്നത്. ശരിയല്ലേ?